വീണ്ടും ഒരു ഹർത്താൽ. ബസ് ഇല്ല, കച്ചവടം ഇല്ല, ആശുപത്രികളിലേക്കുള്ള യാത്ര പോലും ഒരു വെല്ലുവിളി. ഇതെന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതു? ഹർത്താലിന്റെ ഇപ്പോഴത്തെ പ്രസക്തി എന്താണ്? ഹർത്താൽ എന്നത് സമാധാനപരമായ പ്രതിഷേധരൂപമാണ്. ഗാന്ധിജിയുടെ അഹിംസ സമരം ഇതിന് അടിസ്ഥാനം. അതിനാൽ ഒരു കാലത്ത് ഹർത്താലുകൾ നീതിക്കു വേണ്ടിയായിരുന്നു. ഇന്ന് സംഭവിക്കുന്നത് അതല്ല. രാഷ്ട്രീയ പാർട്ടികൾക്ക് ആവശ്യമുള്ളതിലേക്ക് മാത്രം ജനങ്ങളെ ഉപദ്രവിക്കുന്ന ഹർത്താലുകൾ അനിയന്ത്രിതമായി നടക്കുന്നു. ഒരു ഹർത്താൽ ദിവസം വിദ്യാർത്ഥികൾക്ക് ക്ലാസ് ഇല്ല, രോഗികൾക്ക് ചികിത്സ വൈകുന്നു, ദിനംപ്രതി തൊഴിലാളികൾക്ക് വരുമാനം നഷ്ടമാവുന്നു. ഇതെല്ലാം ആർക്കുവേണ്ടി? പൊതുജനങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നു, പ്രതിഷേധം വേണ്ടേ? വേണം. പക്ഷേ അത് ജനങ്ങളെ ദൂരെത്തെക്കുന്ന രീതിയിലാകരുത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഓരോ വിഷയത്തിലും തങ്ങളുടെ നിലപാടുണ്ട്. എന്നാൽ നിരന്തരം ഹർത്താൽ വിളിക്കുന്നത് ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നു. ഒരു ഗവേഷണം പ്രകാരം കഴിഞ്ഞ 10 വർഷത്തിനിടെ കേരളത്തിൽ 1000-ലധികം ഹർത്താൽ ദിനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മുടെ സമ്പദ്വ്യവസ്ഥയെയും ജീവിതരീതിയെയും ബാധിക്കുന്നു. ഇതിനോട് പ്രതികരിച്ച് കോടതികളും പലതവണ ഹർത്താലുകൾക്ക് നിയന്ത്രണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരും ഉല്ലംഘിക്കരുതെന്നുള്ള നിയമങ്ങളുണ്ട്, പക്ഷേ നടപ്പിലാക്കുന്നതിൽ കുറവുണ്ട്. ഇപ്പോൾ ന്യൂ ജനറേഷൻ മാറുകയാണ്. ഹർത്താൽ വാച്ച് പോലുള്ള ആപ്പുകൾ, ജനകീയ ക്യാമ്പയിനുകൾ എല്ലാം പൊതുപ്രതിരോധത്തിന്റെ തുടക്കമാണ്. പ്രതിഷേധങ്ങൾ നിയമപരമായി നടത്തുമ്പോൾ അതിന് ബലമുണ്ട്. പക്ഷേ ജനങ്ങളുടെ ജീവിതം തകർക്കുന്ന രാഷ്ട്രീയ ഹർത്താൽ എന്ന കായം മാറ്റേണ്ട സമയമായിരിക്കുന്നു. ഹർത്താൽ വീണ്ടും ചിന്തിക്കേണ്ട സമയം. സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ